ബിൻചേട്ടാ, ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് ഫിലിം കണ്ടു ബിൻചേട്ടാ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. അതിൻ്റെ തീം വലിയ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ അതിലൊരു ഭാര്യയെ ഒരു ഭർത്താവ് ഉപദ്രവിക്കുന്നു. ഭാര്യ എന്നിട്ട് വളരെ സങ്കടത്തോടുകൂടി കരഞ്ഞുകൊണ്ട് ആ ഒരു കുട്ടി അച്ഛനെ വിളിച്ച് പറയുകയാണ് ഇങ്ങനെയാണ്. അപ്പം അച്ഛൻ പറയുന്നൊരു മറുപടി ഉണ്ട്, അതായത് മോളെ, എൻ്റെ ഈ സമൂഹത്തിലെ സ്റ്റാറ്റസൊക്കെ നോക്കണം, മോള് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് ഇത്രയേ ആയുള്ളൂ, മോള് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണക്കേടാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നൊരു സാധനം. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ അയാളുടെ കൂടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ കുറേ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുറേ കുടുംബങ്ങളുമായിട്ട് ഇടപഴകുന്ന ഒരാളാണ്, അവസാനം കരയാനിടയുണ്ടാക്കരുത്. അപ്പം ഈ പൊതുപ്രവർത്തകൻ്റെ ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഈ 19-20 വർഷക്കാലം അവൾ നിങ്ങൾക്കൊരു ബാധ്യതയായിരുന്നോ? അല്ലല്ലോ. എന്നിട്ട് പിന്നെ ഇപ്പോഴാണോ നിങ്ങൾക്ക് അവൾ ബാധ്യതയാണ്, നിങ്ങൾ ചിന്തിച്ചോ, പിന്നെ ദുഃഖിക്കാൻ ഇടപെടരുതെന്ന് പറയുന്നൊരു സാധനം. അപ്പോൾ അച്ഛൻ തിരിച്ച് അവളോട് പറയുകയാണ്, മോളെ നീ റെഡിയായി നിന്നോ, ഞാൻ നിന്നെ കൂട്ടാൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ മോള് വിഷം ഭക്ഷണത്തിൽ കലക്കിയിട്ട് ഇങ്ങനെ കഴിക്കാൻ പോകുമ്പോഴാണ് അച്ഛൻ്റെ ഫോൺ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ദിവസവും കാണുന്ന ആത്മഹത്യകൾ, പെൺകുട്ടികളുടെ ആത്മഹത്യകൾ കാണുമ്പോൾ ഈ അച്ഛൻ്റെയോ അമ്മയുടെയോ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ ജീവിതം അവസാനിപ്പിക്കാതെ തിരിച്ച് ഇന്നും നമുക്കിടയിൽ ഉണ്ടാകുമായിരുന്നു, അല്ലേ ബിൻചേട്ടാ? അതെ, തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ അതുല്യ ഒരുപാട് കേസുകൾ ഇപ്പോൾ വരികയാണ്. എല്ലാവരും വിഭജിക്കുക. അതാണ്ട് ഇപ്പം ഫാസില, അതായത് അതെ ഇരിങ്ങാലക്കുടയില ഫാസില. ഇപ്പോൾ ഉമ്മ, ഞാൻ രണ്ടാമത് ഗർഭിണിയാണ്, നൗഫൽ എൻ്റെ വയറ്റിൽ കുറേ ചവിട്ടി കുറേ ഉപദ്രവിച്ചു, അപ്പോൾ എനിക്ക് വേദനിച്ചപ്പോൾ ഞാൻ നൗഫലിൻ്റെ കഴുത്തിന് പിടിച്ചു. നൗഫൽ നുണ പറഞ്ഞു, ഇവിടുത്തെ ഉമ്മ എന്നെ തെറി വിളിച്ചു, ഉമ്മ ഞാൻ മരിക്കുകയാണെന്ന് എന്ന ഈ സന്ദേശം ഈ പീഡനത്തിന് തെളിവായി ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നു. ഫസീലയുടെ മരണത്തിന് കാരണം നൗഫലിൻ്റെ സംശയം. ഇരിങ്ങാലക്കുടയിൽ ഇപ്പോൾ നൗഫൽ അറസ്റ്റിലാവുകയാണ്. അപ്പോൾ ഗർഭിണിയായ യുവതിയെ ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൻ്റെ വിശദമായ അന്വേഷണം പോലീസ് നടത്തുകയാണ്. കാരുമാത്ര സ്വദേശിനി ഫാസില, 23 വയസ്സുകാരി ആണ് മരിച്ചത്. ഭർത്തൃപീഡനത്തെ തുടർന്നാണ് യുവതി ജീവനൊടുക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഭർത്താവ് നൗഫലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തെളിവുകൾ നൗഫലിനെതിരാണ്. നൗഫലിന് സംശയരോഗമുണ്ടായിരുന്നുവെന്നും സൂചനകളുണ്ട്. ചൊവ്വാഴ്ച ഭർത്തൃവീട്ടിലെ ടെറസിലാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫാസില രണ്ടാമത് ഗർഭിണിയായതിന് പിന്നാലെ ഭർത്താവ് ദേഹോപദ്രവം ചെയ്യുന്നുണ്ടെന്ന് യുവതി ഉമ്മയ്ക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നു. ഗർഭിണിയായിരുന്ന സമയത്ത് നൗഫൽ ഫാസിലയെ ചവിട്ടിയിരുന്നെന്നും, അതായത് വയറ്റിൽ തന്നെ ചവിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. 1.5 വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം. കാർഡ്ബോർഡ് കമ്പനിയിലെ ജീവനക്കാരനാണ് നൗഫൽ. ദമ്പതികൾക്ക് 10 മാസം പ്രായമായ ഒരു കുഞ്ഞുകൂടിയുണ്ട്. നെടുങ്കാടത്ത് കുന്ന് സ്വദേശിയാണ് നൗഫൽ. ഗർഭിണിയായ തന്നെ വയറ്റിൽ ചവിട്ടിയെന്നും നിരന്തരം മർദ്ദിക്കുമായിരുന്നുവെന്നുമാണ് ഫാസില ഉമ്മയ്ക്ക് അയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നത്. ഭർത്തൃമാതാവ് തെറി വിളിച്ചുവെന്നും അവർ തന്നെ കൊല്ലുമെന്ന് പറയുന്നുണ്ടെന്നും ഫസീല പറയുന്നു. ആത്മഹത്യയ്ക്ക് പിന്നാലെ പോലീസിൽ പരാതി നൽകിയ ഫസീലയുടെ കുടുംബത്തോട് നൗഫലിൻ്റെ വീട്ടുകാർ വളരെ മോശമായാണ് സംസാരിച്ചതെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഫാസിലയുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷവും 9 മാസവും മാത്രമേ ആയിട്ടുള്ളൂ. ഫസില അയച്ച വാട്സപ്പ് സന്ദേശം പുറത്തായിട്ടുണ്ട്. അതാണിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, ഉമ്മ ഞാൻ രണ്ടാമത് ഗർഭിണിയാണ്, നൗഫൽ എൻ്റെ വയറ്റിൽ കുറേ ചവിട്ടി കുറേ ഉപദ്രവിച്ചു, അപ്പോൾ എനിക്ക് വേദനിച്ചപ്പോൾ ഞാൻ നൗഫലിൻ്റെ കഴുത്തിന് പിടിക്കുകയായിരുന്നു. നൗഫൽ പറയുന്നതെല്ലാം നുണയാണ്, ഇവിടുത്തെ ഉമ്മ എന്നെ തെറി വിളിക്കുന്നുണ്ട്, ഉമ്മ ഞാൻ മരിക്കുകയാണ്, എന്നെ അല്ലെങ്കിൽ ഇവർ കൊല്ലുമെന്ന് പറഞ്ഞുള്ള ഭീഷണി സന്ദേശമാണ് പറഞ്ഞത്. എൻ്റെ കൈയൊക്കെ നൗഫൽ പൊട്ടിച്ചു, പക്ഷേ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്, ഇതെൻ്റെ അപേക്ഷയാണെന്നുള്ള സന്ദേശം പലതായിട്ടാണ് ഫാസില മാതാവിന് അയച്ചിരിക്കുന്നത്. യുവതി രണ്ടാമതും ഗർഭിണി ആയിരുന്നു എന്ന വിവരം, മരിക്കാൻ പോകുന്നുവെന്ന സന്ദേശം വന്നപ്പോഴാണ് വീട്ടുകാർ അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിൻ്റെയും സെക്കീനയുടെ മകളാണ് ഫസില. മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം, പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് പറഞ്ഞെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വീട്ടുകാർക്ക് വിട്ടുകൊടുക്കും. അപ്പോൾ അത്തരത്തിൽ വലിയ പീഡനമാണ് അവിടെ ഉണ്ടായത്. ആ പീഡനത്തിൻ്റെ ഒരു സംഭവത്തിലാണ് നമുക്ക് ഈ അതുല്യയുടെ കേസിലും ഇപ്പോൾ മൃതദേഹം കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുല്യയുടെ 23 വയസ്സ് എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ അമ്മയുടെയും ലാളനയിൽ വളർന്നിട്ട് അവർ ഒന്നുകിൽ ചിലപ്പോൾ ഒരു ജോലിയൊക്കെ കിട്ടി സ്വന്തം ചിറകിലാവാനുള്ള ഒരു സമയമാണ് ഇവർക്ക്. എല്ലാവരും അല്ല, പക്ഷേ ഒരു 90% പെൺകുട്ടികളും 21-23 വയസ്സൊക്കെ അവർ കളിച്ച് ജീവിച്ച് നടക്കുന്ന പ്രായമാണ്. ഇപ്പോൾ ആയിട്ടില്ല. അപ്പം ഈ ഒരു സമയത്ത് ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ സുരക്ഷിതത്വത്തിൽ നിന്ന് മാറിയിട്ട് ഒരു അപരിചിതനായ ഒരാളുടെ കൈപിടിച്ച്
പുതിയൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും. അത് എല്ലാവരുടെയും വിവാഹ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ പറഞ്ഞ നൗഫലിൻ്റെ കൈപിടിച്ച് അവർ അച്ഛൻ്റെയും അമ്മയുടെയും ചിറകിൻ്റെ അടിയിൽ നിന്ന് മാറിപ്പോകുന്നത്. അങ്ങനെ പോയിട്ട് ഒരു വർഷം 9 മാസം അല്ലേ, ഒരു വർഷം 9 മാസം ആകുമ്പോഴേക്കും ആ പെൺകുട്ടി ഒരു 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഭർത്തൃ വീട്ടിലാണെങ്കിൽ പോലും ഇപ്പോൾ ഈ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഉമ്മയുടെ ഭാഗത്തു നിന്ന് ആ കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും ഇല്ല എന്നാണ് അവരുടെ ആ വോയിസ് മെസ്സേജ് വന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ 10 മാസം പ്രായ ബിൻചേട്ടനൊരു മക്കളൊക്കെ ഉണ്ടായതല്ലേ, ഒരു 10 മാസം പ്രായമായ കുട്ടിക്കൊക്കെ എത്രമാത്രം അവരുടെ അമ്മ അതിന് വളർത്തിക്കൊണ്ടുവരാൻ, വേറെ ആരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ ആ കൊച്ചിനെ വളർത്തിക്കൊണ്ടുവരാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവും. ഈ പെൺകുട്ടി അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ രണ്ടാമത്തെ ഒരു കുട്ടിയുടെ ഗർഭം കൂടി അവർ ധരിക്കുന്നു. ഈ സമയത്ത് ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്ര ഉപദ്രവം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ അവസാനം ഈ മരിക്കാൻ പോകുന്ന സമയത്തായിരിക്കും ഈ പെൺകുട്ടി വാസില അവരുടെ വീട്ടുകാരോട് ഇന്ന കാര്യങ്ങൾ ഇവിടെ ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത. നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാകുമായിരുന്നു എന്ന് നമുക്ക് കരുതാം, അല്ലേ വിൻചേട്ടാ? തീർച്ചയായിട്ടും. അതായത് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള മകളുടെ സന്ദേശം കേൾക്കുമ്പോൾ പലരും ഇപ്പോൾ ഈ വിവാഹം കഴിച്ച് ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി വിവാഹം കഴിച്ച് വിടുന്ന മാതാപിതാക്കൾ സ്വാഭാവികമായും പറയും, മോളെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക്, അതൊക്കെ മാറും എന്ന് പറയും. ഒരു പക്ഷേ അവരുടെ ഒരു അടുത്ത ചിലപ്പോൾ തൊട്ട അനിയത്തി ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് ഇതിൻ്റെ തന്നെ കടം വീട്ടിയിട്ടുണ്ടാവില്ല. സ്വാഭാവികമായി അത് അങ്ങനെ പറയാം. ചില കേസുകളിലൊക്കെ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ ഉദ്ധവ് പറഞ്ഞതുപോലെ പക്വതയില്ലാത്ത കുട്ടികളാകുമ്പോൾ കുറച്ച് നിന്ന് വരുമ്പോഴത്തേക്ക് അവരത് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടും. പക്ഷേ ചിലർ ആത്മഹത്യ ചെയ്യും. പക്ഷേ ഈ നിരന്തരമായ ഇത്തരത്തിൽ ഇതുപോലുള്ള ഒരു സന്ദേശമൊക്കെ കിട്ടിക്കഴിഞ്ഞാലും മോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ നമുക്കൊരിക്കലും പറയാൻ ആർക്കും പറ്റില്ല. കാരണം ഗർഭിണി 11 മാസം പ്രായമുള്ളൊരു മൂത്ത കുട്ടിയുള്ളപ്പോൾ രണ്ടാമത് കുഞ്ഞ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് വയറ്റത്ത് ചവിട്ടി കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മോളെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഈ 11 മാസത്തിൻ്റെ ആദ്യത്തെ ഗർഭം ഈ പ്രസവം സിസേറിയനും കൂടെ ആയിരുന്നെങ്കിൽ അതെ ഈ വയറ്റത്തുള്ള ചവിട്ട് അവർക്ക് രണ്ടാമത് ഗർഭിണി അല്ലെങ്കിൽ പോലും വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സാധനമായിരിക്കും. അതെ 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 തീർച്ചയായിട്ടും. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടി പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്നൊക്കെ പറയുമ്പോൾ അത്ര വൈകാരികമായിട്ട് തന്നെയാണ് ഫസീല പറയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇതിനൊക്കെ വരുന്ന ശിക്ഷകൾ വളരെയധികം കൂട്ടേണ്ടതുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ വിസ്മയുടെ കേസിലൊക്കെ 10 വർഷം തടവ് മാത്രമാണുള്ളത്. അയാൾക്ക് 32 വയസ്സോ മറ്റോ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ 40 വയസ്സാകുമ്പോൾ വീണ്ടും ഇറങ്ങാം, അടുത്ത വിവാഹം കഴിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ശിക്ഷാവിധികളൊക്കെ മാറ്റി മറിക്കേണ്ടതുണ്ട്. അതായത് ഈ ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി അതുല്യയുടെ മൃതദേഹം ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് റീപോസ്റ്റ്മോർട്ടം നടത്തുന്നുണ്ട്. മരണത്തിൽ അതുല്യയുടെ കുടുംബം ദുരൂഹത ആരോപിക്കുന്ന സാഹചര്യത്തിലാണ് ഈ റീപോസ്റ്റ്മോർട്ടം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവനെ സതീഷിനെ കൊണ്ടുവരാൻ ലുക്കൗട്ട് നോട്ടീസ് അവ മുങ്ങിയിട്ടുണ്ടല്ലോ ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാവിധത്തിലും ഇത്തരത്തിലുള്ള വാർത്തകൾ വലിയ വേദന ഉളവാക്കുന്നത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.